ഒരു പണക്കാരന്റെ വീട് വൃത്തിയാക്കുന്ന ആദ്യ ദിവസം ഈ ഒരു സ്ത്രീ അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാഴ്ച കാരണം ആ ഒരു പണക്കാരന്റെ റൂം മുഴുവൻ ഒരുപാട് ബുക്കുകൾ ആകാംക്ഷ കൊണ്ട് അവൾ ഇപ്പോൾ ആ പണക്കാരനോട് ഈ ബുക്കുകളെല്ലാം നിങ്ങൾ വായിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ആ പണക്കാരൻ അതേ എന്ന് മറുപടി പറഞ്ഞത് കേട്ട് ആ പെൺകുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. അറിവ് കൊണ്ട് ഒരാളുടെ വിധിയെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. അന്ന് രാത്രി വീട്ടിലേക്ക് എത്തിയ ഒരു സ്ത്രീയാണ് ഉടനെ തന്നെ അവിടുത്തെ TV ഓഫ് ചെയ്ത് രണ്ടു മക്കളോടും ആഴ്ചയിൽ മിനിമം 2 ബുക്കെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണമെന്ന് പറയും. കാരണം അവളുടെ ഇളയ മകൻ കാർസൻ എന്ന ഒരു പയ്യന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതിൽ വളരെയധികം മോശമാണ്. കൂടാതെ അവന്റെ ടീച്ചർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അറിയാതെ ആ പയ്യൻ സങ്കടപ്പെടുന്നത് അവന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം തന്നെ അവനെ നോക്കി കളിയാക്കുകയാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും അവന്റെ മാർക്ക് വളരെ മോശമായത് ഒരു ദിവസം അവന്റെ പ്രിൻസിപ്പൽ അവന്റെ അമ്മയെ സ്കൂളിലേക്ക് വിളിക്കും. ഇനിയുള്ള എക്സാമുകളിൽ അവൻ നല്ല രീതിയിൽ മാർക്ക് നേടി അവനെ ആ ഒരു സ്കൂളിൽ നിന്നും പറഞ്ഞു വിടുമെന്ന് പറയുന്നു. അന്ന് വൈകുന്നേരം അവന്റെ അമ്മ അവനോട് മുതൽ നീ നന്നായി പഠിച്ചില്ലെങ്കിൽ ഭാവിയിൽ എന്നെ പോലെ മറ്റുള്ളവരുടെ വീട് വൃത്തിയാക്കാൻ നിനക്കും പോകേണ്ടി വരുമെന്ന് അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സംഭവത്തിലെ ഗൗരവം മനസ്സിലാക്കി അവൻ ഇപ്പോൾ അമ്മ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചകളിലും ഓരോ ബുക്കുകളായി വായിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് അവന്റെ അമ്മ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. കാർസനെ കൊണ്ട് വളരെ അടുത്തു നിന്നല്ലാതെ ആ ഒരു ബുക്കിലെ ഒരു വാക്ക് പോലും വായിക്കാൻ സാധിക്കുന്നില്ല. തന്റെ മകൻ നിയർ സൈറ്റഡ് ആണെന്ന് മനസ്സിലാക്കി സ്ത്രീ ഇപ്പോൾ അവൾ സേവ് ചെയ്തു വെച്ച കുറച്ച് പണം എടുത്ത് ആ ഒരു പയ്യൻ ഇപ്പോൾ ആദ്യത്തെ ഗ്ലാസ് വാങ്ങുന്നു. ഇത് കാരണം ആദ്യമായി ബ്ലാക്ക് ബോർഡിലെ ഓരോ അക്ഷരങ്ങളും തെളിഞ്ഞു കണ്ട പിന്നീട് അങ്ങോട്ട് അവന്റെ എക്സാമുകളിൽ നല്ല രീതിയിൽ മാർക്ക് നേടാൻ ആരംഭിച്ചു. ബുക്കുകളുമായി വളരെയധികം അടുത്തുപോയ അവന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു സ്കൂളിലെ ഏറ്റവും മികച്ച സ്റ്റുഡൻസിനുള്ള അവാർഡ് വാങ്ങുകയാണ്.